കിടച്ച വണ്ടിയിലേറി നനച്ച ഇടത്തേക്ക് പോക മുടിയാത്. നമുക്കാകെ വണ്ടി വരന്ന നമ്മ കൊഞ്ച നേരം പ്ലാറ്റ്ഫോമിൽ നിന്നിതാകണോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഇളയ തളപതി വിജയുടെ കരിയറിലെ ഏറ്റവും അവസാനത്തെ സിനിമയായ ജനനായകൻ റിലീസ് ചെയ്യാൻ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും നാളും ജനനായകൻ എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് കോടതി തടഞ്ഞിരിക്കുകയായിരുന്നു. വേറൊന്നും കണ്ടല്ല, സെൻസർ ബോർഡുമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു ഇതിന് കാരണം. ഈ ജനനായകൻ സിനിമ സെൻസർ ബോർഡിൽ പോയ ശേഷം ഒരുപാട് രംഗങ്ങൾ വെട്ടി നുറുക്കി കളയണമെന്ന് സെൻസർ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. ഈ സെൻസർ ബോർഡ് ആരാന്നറിയാലോ, കുറച്ച് അംഗങ്ങൾ മാത്രം ചേരുന്ന ഒരു കൂട്ടം ആൾക്കാർ. അവരുടെ പാർട്ടി നയത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അവരുടെ ഒരു തീരുമാനമായിരുന്നു ഈ ജനനായകന് ഈ വക സീനുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട, അതെല്ലാം വെട്ടി നുറുക്കി കളഞ്ഞേക്കുക. അപ്പോൾ ഇതിനെതിരെയായിരുന്നു ജനനായകൻ എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ശ്രീ വെങ്കിട്ട് അദ്ദേഹം ഒരു ഹർജി കോടതിയിൽ സമർപ്പിച്ചത്. ഇത്രയും സീനുകളൊന്നും വെട്ടിനുറുക്കാൻ കഴിയത്തില്ല, ഇത് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് മാത്രം എടുക്കുന്ന തീരുമാനമാണ്. പക്ഷേ ഈ ഒരു വാർത്ത നിരാശകരമാണ്. ഈ ഒരു ഭാഗം വെട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രമേ ഈ ജനനായകൻ തിയേറ്ററിൽ എത്തിക്കാൻ പാടുള്ളൂ എന്ന് കോടതി കർശനമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജനനായകൻ എന്ന സിനിമയുടെ പ്രശസ്ത ഭാഗങ്ങൾ, അതായത് BJPയെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ വെട്ടിക്കളയണം എന്നായിരുന്നു കുറച്ച് ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ വെട്ടിക്കളയാനാവത്തില്ല എന്നായിരുന്നു ഈ ജനനായകൻ പ്രൊഡ്യൂസർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ആയിരുന്നാലും ഈ ഒരു സിനിമ പെട്ടിയിലിരുന്ന് പോവണ്ട എന്ന് കരുതിയും ഇലക്ഷൻ അടുക്കുന്നത് കൊണ്ടും ഇലക്ഷന് മുന്നേ ഈ സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഈ സീനുകളെല്ലാം വെട്ടിനുറുക്കി കളഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 20ഓളം സീനുകൾ വെട്ടിക്കളയേണ്ടി വരും. പക്ഷേ OTTയിൽ ഇറങ്ങുമ്പോൾ ഈ സീനുകൾ മുഴുവൻ അതേപടി തന്നെ ഉണ്ടായിരിക്കുമെന്ന് നമ്മുടെ സിനിമയുടെ പ്രൊഡ്യൂസർ അംഗങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും ഈ ഒരു സീനെല്ലാം കട്ട് ചെയ്ത് ജനനായകൻ ഒരു 2-3 മാസത്തിന് മുന്നേ റിലീസ് ചെയ്യുമെന്ന് ഇവർ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണാം ജനനായകൻ.